ഇതാണ് മഹീന്ദ്ര ബാറ്റിസ്റ്റ. ഞെട്ടണ്ട, 2018 മഹീന്ദ്ര വാങ്ങിയ ഇറ്റാലിയൻ ഡിസൈൻ ഹൗസായ പെനിൻഫെറീനയാണ് ബാറ്റിസ്റ്റ എന്ന പേരിൽ ഈ എക്സോട്ടിക് ഹൈപ്പർ കാർ ഇറക്കിയത്. പെനിൻഫെറീന എന്ന് നമ്മൾ പലപ്പോഴായും കേട്ടിട്ടുണ്ടാകും. കഴിഞ്ഞ നൂറ്റാണ്ടിലെ വിപ്ലവങ്ങളായിരുന്ന ഫെറാറി ടെസ്റ്ററോസയും P4x5 എന്ന് തുടങ്ങി റോൾസ് റോയ്സിന് വേണ്ടി വരെ ആയിരക്കണക്കിന് വാഹനങ്ങൾ പെനിൻഫെറീന ഡിസൈൻ ചെയ്ത് നൽകിയിട്ടുണ്ട്. ഇത്രയും കാലം മറ്റുള്ളവർക്ക് വേണ്ടി പണിയെടുത്തിട്ട് സ്വന്തമായി ഒരു വണ്ടി ഇറക്കാനുള്ള ആഗ്രഹം കൊണ്ട് നടന്ന പെനിൻഫെറീനയെ ഏറ്റെടുത്ത ശേഷം ആനന്ദ്ജി പറഞ്ഞു, ബാക്കി ഞാൻ ചെയ്യാം. അങ്ങനെ 2019 പെനിൻഫെറീന ഇറക്കിയ വിപ്ലവമാണ് ബാറ്റിസ്റ്റ. ആൻഡ് മാൻ, ഇറ്റ് വാസ് എ റെവല്യൂഷൻ. 1900 ഹോഴ്സ് പവർ, 0 നിന്ന് 100-ലെത്താൻ 1.79 സെക്കൻഡ്സ്. അതായത് ഫാസ്റ്റർ ദാൻ എ ഫോർമുല 1 കാർ. ഞെട്ടിയോ? ഞെട്ടണ്ട, വരുന്നേയുള്ളൂ. 2023 ബോണറ്റിൽ ഇറ്റാലിയൻ പതാകയും ചിറകിൽ ഇന്ത്യൻ പതാകയും വരച്ചുവെച്ച ഒരു ബാറ്റിസ്റ്റയെ ഇൻഡോറിലെ നാട്രാക്സിൽ കൊണ്ടുവന്ന് ഒന്ന് പറപ്പിച്ചു. ഇന്ത്യൻ മണ്ണിൽ ഏറ്റവും വേഗതയിൽ സഞ്ചരിച്ച കാർ എന്ന പദവി മുതൽ 4-5 വേൾഡ് റെക്കോർഡ് നിർമ്മിച്ചാണ് ബാറ്റിസ്റ്റ മടങ്ങിയത്. അന്ന് ബാറ്റിസ്റ്റ ഓടിച്ച മാഡം രേണുക കൃപാലനി ഏറ്റവും വേഗതയേറിയ ഇന്ത്യൻ വനിതാ ഡ്രൈവർ എന്ന റെക്കോർഡ് സ്ഥാപിക്കുകയും ചെയ്തു. മുമ്പിൽ 250 കിലോവാട്ട് ശേഷിയുള്ള 2 മോട്ടോറുകളും റിയറിൽ 480 കിലോവാട്ട് ശേഷിയുള്ള 2 മോട്ടോറുകളുമാണ് വാഹനത്തിന്റെ കരുത്ത്. ബാറ്റിസ്റ്റ ഇലക്ട്രിക് ആണ്. ഓരോ വീലിലും ഓരോ ഇൻഡിപെൻഡന്റ് മോട്ടോർസ്, വിച്ച് മീൻസ് കംപ്ലീറ്റ് ടോർക്ക് വെക്ടറി. കോർണറുകൾ ചെയ്യുമ്പോഴും മറ്റും സാഹചര്യത്തിനനുസരിച്ച് ഓരോ ചക്രങ്ങളിലേക്കും ഓരോ അളവിൽ പവർ നൽകാൻ സാധിക്കുന്നു. വിതൗട്ട് എനി കൺവെൻഷണൽ കോൺസെപ്റ്റ്സ് ഓഫ് ലോക്കിംഗ് ഡിഫ്സ്, which means accurate and effective handling. കഴിഞ്ഞില്ല, 120 കിലോവാട്ട് അവർ കപ്പാസിറ്റിയുള്ള ബാറ്ററി പാക്ക് ഒറ്റ ചാർജിൽ തരുന്ന റേഞ്ച് 482 കിലോമീറ്ററുകളാണ്. ജെമിനി ചേച്ചി പറയുന്നത്, ഇന്ത്യയിലെ കറണ്ട് ചാർജ് അനുസരിച്ച് ഈ വാഹനത്തിൽ സഞ്ചരിക്കാൻ കിലോമീറ്ററിന് വെറും 2 രൂപ മാത്രമേ ആവുകയുള്ളൂ. പക്ഷേ വാഹനമൊന്ന് വാങ്ങണമെങ്കിൽ ഒരു പഞ്ചായത്തിലെ മൊത്തം വീടും പണയം വെക്കേണ്ടി വരും.